ഇന്ന് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട് പ്രിമിറ്റീവ് ടൈപ്പും അതുപോലെ റെഫറൻസ് ടൈപ്പും. നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ട് ഡാറ്റ ടൈപ്സ് ആണ്. ഡാറ്റാബേസ് അല്ല, ഡാറ്റ ടൈപ്സ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ഡാറ്റ ടൈപ്സിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് വേഴ്സസ് റെഫറൻസ് ടൈപ്പ്. ഓക്കെ, ഈ രണ്ട് ടൈപ്പ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. താഴെ അതെല്ലാം അവൈലബിൾ ആണ് ഇതെന്താണെന്നുള്ളത്. ഓക്കെ, പ്രിമിറ്റീവ് ടൈപ്സിൽ വരുന്ന സ്ട്രിങ് വരുന്നുണ്ട്. സ്ട്രിങ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള ഡാറ്റ, അതുപോലെ നമ്പർ വരുന്നുണ്ട്. നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ ടൈപ്പ് നമ്പേഴ്സും വരും. നിങ്ങൾക്ക് അറിയാം, ഫ്ലോട്ട് വാല്യൂസ്, ഡെസിമൽ ടൈപ്പ് വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, അതെല്ലാം വരുന്നുണ്ട്. പിന്നെ ബൂളിയൻ, ട്രൂ ഓർ ഫോൾസ്, അതായത് സത്യമാണോ അതോ തെറ്റാണോ, ശരിയാണോ തെറ്റാണോ എന്നുള്ള ടൈപ്പ്. പിന്നെ അൺഡിഫൈൻഡ്, അതായത് ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല, ഇനിയായിരിക്കും അത് ഡിഫൈൻ ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കുള്ളൂ, അതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ലാത്ത വാല്യൂ. നള്ളെന്ന് പറഞ്ഞാൽ ശൂന്യമായിട്ടുള്ള വാല്യൂ. അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് സിമ്പിൾസ്. നമ്മൾ പഴയ വീഡിയോയിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് റെഫറൻസ്. ഓക്കെ, റെഫറൻസ് ഡാറ്റ ടൈപ്പിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒബ്ജക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, വസ്തുക്കൾ, ഒബ്ജക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അറേ, കളക്ഷൻ. ഓക്കെ, ഒരു ലിസ്റ്റ്, അറേ ഒരു കളക്ഷൻ. അറേ ഓൾസോ ഒരു ഒബ്ജക്റ്റ് തന്നെയാണ്. കളക്ഷൻ ഓഫ് അതൊരു ഒബ്ജക്റ്റ് തന്നെയാണ് അറേ. ഓക്കെ, അപ്പം ഈ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പും റെഫറൻസ് ഡാറ്റ ടൈപ്പും ഉള്ള കുറേ ഡാറ്റ ടൈപ്സും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിനെ ഒന്ന് എഴുതി നോക്കാം. അങ്ങനെയല്ലേ അത് ചെയ്യേണ്ടത്. അതിന് മുമ്പ് ഇതിൻ്റെ ഫോണ്ട് സൈസ് നമുക്കൊന്ന് മാറ്റാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു 25 നമുക്കിടാം. ഓക്കെ, 25. ഓക്കെ, പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. നമുക്കിവിടെ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാണ്. ലെറ്റ് നെയിം അസൈൻ എന്ത് കൊടുക്കണം? രഹിൽ എന്ന് കൊടുക്കാം. സോ ഞാൻ രഹിൽ എന്ന് എഴുതി, എന്നിട്ട് താഴേക്ക് വരുവാണ്. താഴേക്ക് വന്നിട്ട് ഞാൻ ലെറ്റ് ന്യൂ നെയിം എന്ന് കൊടുക്കുവാണ്. ഓക്കെ, ലെറ്റ് ന്യൂ നെയിം, ഒരു വ്യത്യാസം കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ. ലെറ്റ് ന്യൂ നെയിം. ഓക്കെ, ലെറ്റ് ന്യൂ നെയിം അസൈൻ. ഞാൻ ഈ നെയിമിനെ, അതായത് ഈ വാല്യൂ, ഈ വേരിയബിളിനെ ഞാൻ ഇതിലേക്ക് പുതിയൊരു വേരിയബിൾ ഉണ്ടാക്കി അതിലേക്ക് ഈ വേരിയബിളിന് തന്നെ ഞാൻ കോപ്പി ചെയ്യുവാണ്. ഓക്കെ, ഈ നെയിം എന്നുള്ള വേരിയബിൾ തന്നെ ഞാൻ കോപ്പി ചെയ്യണം. വേണമെങ്കിൽ ജസ്റ്റ് ഒരു നെയിമിംഗ് റൂൾസിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഞാൻ ഈ വേരിയബിളിനെ തന്നെ കോപ്പി ചെയ്തു. ഓക്കെ, ഇനി ഞാനിവിടെ കൺസോൾ ഡോട്ട് ലോഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കൺസോൾ ഡോട്ട് ലോഗ് ഞാനിപ്പോൾ ഇവിടെ നെയിം കൊടുക്കാം. നെയിം കൊടുത്തിട്ട് ഞാനിത് ഓപ്പൺ വിത്ത് ലൈവ് സെർവറിൽ കാണിച്ചു തരാം നിങ്ങളെ. ഓക്കെ, വെയിറ്റ് ചെയ്യുക. ഇൻസ്പെക്റ്റ് വന്നു, കൺസോളിൽ വന്നു. ഓക്കെ, ഒരു കൺസോൾ നമുക്കൊന്ന് വലുതാക്കാം. എനിക്കിവിടെ രഹിൽ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും രഹിൽ. ഓക്കെ, എന്ത് നെയിമിന്. അപ്പോൾ ഞാനിവിടെ കൺസോളിൽ ഒന്നും കൂടി വന്നിട്ട് ഞാൻ ഒന്നും കൂടി ഷിഫ്റ്റ് ഓൾട്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ താഴത്തേക്കുള്ള ഡൗൺ കീ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കോപ്പി ചെയ്യാൻ പറ്റും കേട്ടോ. ഷിഫ്റ്റ് ഓൾട്ട്, താഴേക്കുള്ള ഡൗൺ കീ. ഇതെന്താ മലയാളം വന്നത്? ഈ ന്യൂ നെയിം ഞാനിവിടെ എടുത്ത് കൊടുക്കുവാണ്. നമുക്ക് ന്യൂ നെയിം ഒന്ന് നോക്കാം. ന്യൂ നെയിം. ഓക്കെ, ന്യൂ നെയിം. എന്നിട്ട് ഞാനിത് ഇവിടെ വന്ന് നോക്കുക കേട്ടോ. ഒരു മിനിറ്റ്, ഇതൊന്ന് സേവ് ചെയ്യട്ടെ. സേവ്. കാരണം എനിക്ക് 2 രഹിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഈ ന്യൂ നെയിമിൻ്റെ വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ന്യൂ നെയിം ഇവിടെ വിളിക്കുവാണ്. ന്യൂ നെയിം അസൈൻ ഏലിയാസ് എന്ന് കൊടുക്കുവാണ്. ALIS, എൻ്റെ പേര് തന്നെയാണ്. ഏലിയാസ് എന്ന് കൊടുത്തു. എൻ്റെ രണ്ടാമത്തെ പേരാണ്, സെക്കൻഡ് നെയിം, മിഡിൽ നെയിം. ഏലിയാസ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ കണ്ടവർ ഏലിയാസ് എന്നുള്ള ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ഈ ന്യൂ വേരിയബിൾ, ഈ വേരിയബിളിൻ്റെ അകത്തുനിന്ന് ഈ വേരിയബിളിൻ്റെ തന്നെ കോപ്പിയാണല്ലോ. ഈ വേരിയബിളിൽ നിന്ന് കോപ്പി എടുത്തിട്ടാണല്ലോ നമ്മൾ പുതിയ വേരിയബിൾ ഉണ്ടാക്കിയേക്കണത്, സെയിം വാല്യൂ വെച്ച്. പക്ഷേ പുതിയ വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? പുതിയ വേരിയബിളിലെ വാല്യൂ മാത്രമാണ് ചേഞ്ച് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം. അതായത് ഒറിജിനൽ വാല്യൂ, അതായത് അതിൻ്റെ പേരൻറ്റിനെ, അതിൻ്റെ സ്വന്തത്തെ, അതിൻ്റെ കുടുംബത്തെ അത് തള്ളി പറഞ്ഞിട്ടില്ല. ഒറിജിനൽ വാല്യൂ തന്നെയാണ്. പക്ഷേ ഇതാണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൽ നിങ്ങൾ കാണുന്നത്. ഓക്കെ, പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൽ അത് നെവർ മോഡിഫൈ, അത് ഒറിജിനൽ വണ്ണിനെ ഒരിക്കലും മോഡിഫൈ ചെയ്യത്തില്ല. പക്ഷേ റെഫറൻസ് ഡാറ്റ ടൈപ്പിൻ്റെ ഒരു ഉദാഹരണം നിങ്ങളിപ്പോൾ കാണാൻ പോവുകയാണ്. റെഫറൻസ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, റെഫറൻസ് ഡാറ്റ ടൈപ്പ് കാണിക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു ചെറിയ കാര്യം കൂടി കാണിക്കാനുണ്ട്. റെഫറൻസിൻ്റെ അകത്ത് നമ്മളിവിടെ ഇപ്പോൾ ലെറ്റ് ഇടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, കോൺസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം 2 തവണ ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. കോൺസ്റ്റ് നെയിംസ് അസൈൻ ഏലിയാസ് എന്ന് കൊടുത്തു. ഏലിയാസ്. അതുപോലെ തന്നെ ഞാനിതൊന്നും കൂടി കോപ്പി ചെയ്യുവാണ്.
ഓക്കെ, കോൺസ്റ്റ് നെയിം അസൈൻ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഞാനിത് കൺസോളിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു എറർ കിട്ടും. അതായത് ഇത് ഒരു കോൺസ്റ്റൻറ്റ് വേരിയബിൾ ആണെന്നുള്ള എറർ കിട്ടും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. ഇത് ഞാൻ കാണിക്കേണ്ട കാര്യമില്ല, എന്നാലും ഒന്ന് പോയതാണ്. കണ്ടോ, നെയിം ഓൾറെഡി ഡിക്ലെയർഡ്, ഇത് കോൺസ്റ്റൻറ്റ് വേരിയബിൾ ആണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺസ്റ്റ് എന്നുള്ളത് നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റും? സാധാരണ രീതിയിൽ നിങ്ങൾ അറയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അറേ ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ കോൺസ്റ്റ് എന്നുള്ളത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ഈ ഞാൻ അറേ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ന്യൂ അറേ, ഞാനൊരു പുതിയ അറേ ഉണ്ടാക്കി കാണിച്ചു തരാം. ന്യൂ അറേ അസൈൻ, ഇപ്പം എന്താ ഇപ്പോൾ അറിയാം, എ ബി സി അല്ലേ, ന്യൂ അറേ അസൈൻ ABC. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് ഇപ്പം കൺസോൾ ഡോട്ട് ലോഗ് വരുവാണ്. എനിക്ക് ഈ അറേ ഒന്ന് കാണണം അല്ലേ. കൺസോൾ ഡോട്ട് ലോഗിൽ വന്നിട്ട് ഞാൻ ഈ ന്യൂ അറേ എടുത്ത് കൊടുക്കുവാണ്. ന്യൂ അറേ എടുത്ത് കൊടുത്ത് സേവ് ചെയ്തിട്ട് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ അറേ കിട്ടും, ABC. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് ഈ ന്യൂ അറേയിലേക്ക് ഞാനൊരു കാര്യം പുഷ് ചെയ്യുവാണ്. ന്യൂ അറേ ഡോട്ട് പുഷ്. ഓക്കെ, അല്ലെങ്കിൽ പോട്ടെ, വേറൊരു കാര്യം കാണിച്ചു തരാം. ന്യൂ അറേയിലേക്ക് ഞാൻ ഇതെത്ര 0 1 2 3, ഇപ്പോൾ 3rd പൊസിഷൻ 3. അപ്പോൾ 4th പൊസിഷനിലേക്ക് എനിക്ക് വേറെ സംഭവം വേണം. ഓക്കെ, എന്ത് വേണം? D വേണം. ഞാനിവിടെ സേവ് ചെയ്തു, എനിക്കിവിടെ D കിട്ടി. ഓക്കെ, എനിക്കിവിടെ D കിട്ടി 4th പൊസിഷനിൽ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എനിക്കിവിടെ ന്യൂ അറേയിലേക്ക് വന്നിട്ട് പുഷ് ചെയ്യാൻ പറ്റും. അറേ ഡോട്ട് പുഷ് ചെയ്തിട്ട് എനിക്ക് പുതിയൊരു വാല് പുഷ് ചെയ്യാൻ, ഞാൻ D പുഷ് ചെയ്യുവാണ്. ഓക്കെ, ന്യൂവിൽ വന്നിട്ട് ഓക്കെ, എനിക്ക് D കിട്ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കോൺസ്റ്റ് അല്ലേ, കോൺസ്റ്റൻറ്റ് വേരിയബിൾ അസൈൻ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണ ഒരു വേരിയബിൾ ഡിക്ലറേഷൻ അല്ലേ, പിന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു? അറേയുടെ കേസിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തെ വാല്യൂസ് മോഡിഫൈ ചെയ്താലൊന്നും കോൺസ്റ്റൻറ്റ് വേരിയബിളിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കോൺസ്റ്റ് യൂസ് ചെയ്യാം, അറേയിലും ഒബ്ജക്റ്റിലും യൂസ് ചെയ്യാം. വാല്യൂസ് റീപ്ലേസ് ചെയ്താലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ അറേനെ കംപ്ലീറ്റ്ലി നിങ്ങൾ മാറ്റാൻ ശ്രമിച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇതുപോലെ കംപ്ലീറ്റ്ലി നിങ്ങൾ ഈ അറേ മാറ്റാൻ ശ്രമിച്ചാൽ, കണ്ടോ, അസൈൻമെൻറ്റ് ടു കോൺസ്റ്റൻറ്റ് വേരിയബിൾ, അതായത് കംപ്ലീറ്റ്ലി നിങ്ങൾ ഈ അറേ മാറ്റാൻ ശ്രമിച്ചാൽ മാത്രമേ ഇതിൽ ഇഷ്യൂ ഉള്ളൂ. ഇതിൽ വാല്യൂസൊക്കെ മാറ്റി കഴിഞ്ഞാൽ യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ഇതേപടി തന്നെ ഇത് കോപ്പി ചെയ്താലും ഇതേ എറർ തന്നെ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. ഓക്കെ, ഞാനത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. B and C വരെ C. ഓക്കെ, C സേവ് ചെയ്തിട്ട് അവിടെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, സെയിം എറർ തന്നെ. ഇപ്പോൾ നമ്മളിവിടെ പറയാൻ വന്ന ഇതല്ലല്ലോ, എന്തായിരുന്നു? റെഫറൻസ് ഡേറ്റ ടൈപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൽ ഒരിക്കലും അത് അതിൻ്റെ ഒറിജിനലിനെ മോഡിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ റെഫറൻസ് ഡാറ്റ ടൈപ്പിൽ എന്ത് സംഭവിക്കും? മോഡിഫൈ ആവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാനൊരു അറേ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഈ അറേയിൽ ഞാൻ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. കോൺസ്റ്റ് ന്യൂ ലിസ്റ്റ്, ഞാൻ ഇതിന് ലിസ്റ്റ് എന്ന് പേരിട്ടു. എന്നിട്ട് ഈ വേരിയബിളിലേക്ക് ഞാൻ ഈ അറേയുടെ വാല്യൂസ് കോപ്പി ചെയ്ത് വെക്കുവാണ് ഈ വേരിയബിളിലേക്ക്. ഓക്കെ, കോപ്പി ചെയ്ത് ഈ അറേയുടെ വാല്യൂസ് ഞാൻ ഈ വേരിയബിളിൽ കൊടുത്തു. ഓക്കെ, അപ്പം എന്ത് സംഭവിച്ചു? ഈ പുതിയ വേരിയബിളിൽ ഈ അറേനെ അതേപടി കോപ്പി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ രണ്ട് അറേയും നമുക്കൊന്ന് കണ്ടു നോക്കാം. അതായത് രണ്ട് വേരിയബിൾസ് രണ്ട് ബോക്സിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കണ്ടു നോക്കാം. ന്യൂ അറേ ഞാൻ കൊടുത്തു. ഇതുപോലെ തന്നെ എനിക്ക് ഏത് കൊടുക്കണം? എനിക്ക് ന്യൂ ലിസ്റ്റും കൊടുത്ത് നോക്കാം എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ന്യൂ ലിസ്റ്റ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്ക് 2 അറേ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, രണ്ടിൽ സെയിം വാല്യൂസ് അല്ലേ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ന്യൂ ലിസ്റ്റിലേക്ക് ഞാൻ പുതിയൊരു എലമെൻറ്റിനെ പുഷ് ചെയ്യാൻ പോവാണ്, പുതിയൊരു വസ്തുവിനെ പുഷ് ചെയ്യുവാണ്. ഓക്കെ, പുതിയൊരു ലിസ്റ്റ്, ന്യൂ ലിസ്റ്റ് ഡോട്ട് പുഷ്. എനിക്ക് പുതിയൊരു കാര്യം പുഷ് ചെയ്യണം. ഇതിൻ്റെ എത്രാമത്തെ പൊസിഷനിലേക്ക് പുഷ് ചെയ്യണം? 1 2 3 0 1 2 3 3rd. ഓക്കെ, ഞാൻ പുഷ് ചെയ്യുവാണ്. എന്ത് പുഷ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D നമുക്ക് പുഷ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ സേവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ എന്ത് സംഭവിച്ചു? ABCD ഞാൻ പുഷ് ചെയ്ത് ഏതിലേക്കാണ്? ന്യൂ ലിസ്റ്റിലേക്കാണ് ഞാൻ പുതിയൊരു കാര്യത്തെ ഞാൻ പുഷ് ചെയ്ത്. ഡീനെ ഞാൻ പുഷ് ചെയ്ത് ഈ ന്യൂ ലിസ്റ്റിലേക്ക് പുഷ് ചെയ്ത്. ഓക്കെ, ന്യൂ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സെയിം സാധനം തന്നെ. ഓക്കെ, ഞാനിവിടെ കാണിച്ചു തരാം. ഈ സെയിം സാധനം ഇവിടെ വരും. ഓക്കെ, ന്യൂ ലിസ്റ്റിൽ വരും. ഓക്കെ, എന്നിട്ട് ഈ ഡിയും കൂടിയും വരും.
എന്നിട്ട് എന്ത് സംഭവിച്ചു, ഇവിടെ എന്താ സംഭവിച്ചു, ഇത് റെഫറൻസ് ടൈപ്പിൻ്റെ കുഴപ്പം എന്നാന്ന് പറഞ്ഞാൽ നമ്മളൊരു വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒറിജിനൽ ഡേറ്റേനെ മോഡിഫൈ ചെയ്യും. അതായത് ഒറിജിനൽ അറേനെ നിങ്ങൾ മോഡിഫൈ ചെയ്യും. നിങ്ങൾ ഒരു അറേയുടെ കോപ്പി നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് ഒറിജിനലിനെ മോഡിഫൈ ചെയ്യും. അതുകൊണ്ടാണ് റെഫറൻസ് ഡാറ്റ ടൈപ്പും പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസങ്ങൾ ഈ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പോൾ കണ്ടോ 2 കാര്യങ്ങൾ മോഡിഫൈ ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 അറേ മോഡിഫൈ ആയിക്കൊണ്ടേയിരിക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ABCDE കണ്ടോ, നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. കണ്ടോ, വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും എങ്ങനെ ഈ റെഫറൻസ് ഡാറ്റ ടൈപ്പിലും അതിൻ്റെ പേരൻറ്റിനെ മോഡിഫൈ ചെയ്യാതെ എങ്ങനെ ഒരു അറേ കോപ്പി ചെയ്യാമെന്നും ഒബ്ജക്റ്റ് കോപ്പി ചെയ്യാമെന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. സ്പ്രെഡ് ഓപ്പറേഷൻസും അതുപോലെ മാപ്പ്, കുറേ അറേ മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ, ഇങ്ങനെയുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിഫറൻസ് നിങ്ങളിപ്പോൾ കണ്ടു കാണും. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നിങ്ങൾ അറേനെ കണ്ടു, ഇതൊരു അറയല്ലേ. നമുക്കിത് ഈ അറേ ഓൾസോ ഒബ്ജക്റ്റ് ആണ്, കളക്ഷൻ ഓഫ് ഡാറ്റാബേസ്. ഓക്കെ, കളക്ഷൻ ഓഫ് ഒരു ലിസ്റ്റ്, ഒരു കളക്ഷൻ. ഓക്കെ, അപ്പം നമുക്കൊരു ഒബ്ജക്റ്റിനെ നോക്കാം. ഒബ്ജക്റ്റ് നോക്കിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും, ഒരു ഒബ്ജക്റ്റും കൂടി നമുക്കൊന്ന് കാണണം എങ്ങനെയുണ്ടെന്ന്. സോ നമുക്ക് കോൺസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റ് യൂസ് ചെയ്യുക, ഒരു കുഴപ്പമില്ല. നിങ്ങളത് കംപ്ലീറ്റ്ലി മോഡിഫൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാത്രം ഒരിക്കലും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കംപ്ലീറ്റ്ലി മോഡിഫൈ, ചില വാല്യൂസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറേയുടെ കേസിലും അതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ കേസിലും കോൺസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും, ഈ കോൺസ്റ്റ്. പക്ഷെ ഒരിക്കലും നമ്മൾ നേരത്തെ ഇച്ചിരി നേരം മുമ്പ് കണ്ടു, പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൽ ഒരിക്കലും കോൺസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു ചേഞ്ചസും വരുത്താൻ പറ്റത്തില്ല. പക്ഷേ അറേയിലും ഒബ്ജക്റ്റിനും കോൺസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കും, അതിൽ ചേഞ്ചസും മോഡിഫിക്കേഷനും വരുത്താൻ സാധിക്കും. പക്ഷേ അതിനെ കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റത്തില്ല. അതായത് പുതിയൊരു ഇതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ മാറ്റാൻ പറ്റത്തില്ല. പിന്നീട് വന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ഡിഫറൻസ് ആണ് റെഫറൻസ് ഡാറ്റ ടൈപ്പ് എപ്പോഴും ഒരു റെഫറൻസ് കീപ്പ് ചെയ്യുക. എൻ്റെ പേരിൽ തന്നെയുണ്ട്. അതായത് അതിൻ്റെ പുതിയ വേരിയബിളിനെ മാറ്റിയാൽ, നിങ്ങൾ പുതിയൊരു വേരിയബിളിൽ ഒരു കാര്യം എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ച്, ഒരു അറേ എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ അറയിൽ വാല്യൂസ് മാറ്റിയാൽ അത് അതിൻ്റെ ഒറിജിനൽ, അതിൻ്റെ പേരൻറ്റിനെ, അതിൻ്റെ കുടുംബത്തെ അത് ബാധിക്കും. അതിലും അത് മാറും. അത്രേ ഉള്ളൂ ഈ 2 വ്യത്യാസങ്ങൾ. ഓക്കെ, നമുക്ക് ഒബ്ജക്റ്റ് നോക്കാം. കോൺസ്റ്റ് ന്യൂ ഒബ്ജക്റ്റ്. ഞാൻ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഒബ്ജക്റ്റ് അസൈൻ പുതിയൊരു ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഒരു നെയിം ഉണ്ടാകും. ഒരു കീയും അതിനൊരു വാല്യൂ പേരും ഉണ്ടാവും. സോ ഒരു കീ ഞാൻ കൊടുത്തു, രഹിലെന്ന് കൊടുത്തു, എൻ്റെ നെയിം തന്നെ കൊടുത്തു. ദെൻ ഞാനൊരു അടുത്തൊരു കാര്യം ക്രിയേറ്റ് ചെയ്യണം, അടുത്തൊരു കീ ക്രിയേറ്റ് ചെയ്യണം. ഏജ് കൊടുത്തു, ഏജ് 24 കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ console.logൻ്റെ അകത്ത് നമുക്കിതൊന്ന് കാണാം. ഓക്കെ, console.log എന്ത് കാണണം, ഇതിൻ്റെ അകത്ത് എന്ത് കാണണം, ന്യൂ ഒബ്ജക്റ്റ് അല്ലേ, ന്യൂ ഒബ്ജക്റ്റ്. എന്നിട്ട് ഞാനിത് സേവ് ചെയ്തു. ഇവിടെ വന്ന് ഒഴുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് ഒരു ഒബ്ജക്റ്റ് കിട്ടി, രഹില് ഏജ്. ഓക്കെ, ഈ ഒബ്ജക്റ്റ് ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ ഒബ്ജക്റ്റിനെ കോപ്പി ചെയ്യാൻ പോവാണ്. ഒരു മിനിറ്റ്, ഞാൻ ഈ ഒബ്ജക്റ്റിനെ കോപ്പി ചെയ്ത് മറ്റൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളൊരു പുതിയൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം, പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ കോൺസ്റ്റ് എന്ന് അടിച്ചിട്ട് ഞാൻ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ന്യൂ അല്ല, OBG1 എന്നും പറഞ്ഞ് പേരിടണം. എപ്പോഴും ഒരു പേരിടാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഒബ്ജക്റ്റിനെ ഇതിലേക്ക് കോപ്പി ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒബ്ജക്റ്റ് ഉണ്ടെന്നുള്ള ഓർക്കണേ. ഓക്കെ, എന്നിട്ട് ഞാൻ console.logൻ്റെ അകത്ത് എനിക്ക് ഈ OBG1 ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, OBG1 OBG1. ഓക്കെ, എന്നിട്ട് സേവ് അടിച്ചിട്ട് സേവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം. ഓക്കെ, എനിക്ക് ഇപ്പോൾ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതായത് ഞാൻ പേരൻറ്റിനെ കോപ്പി ചെയ്ത് മറ്റൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഞാൻ ഈ ഇപ്പോൾ ഉണ്ടാക്കിയ ഒബ്ജക്റ്റിൽ ഞാനൊരു കാര്യം ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, OBJ ഡോട്ട് ഞാനതിൽ നെയിം ചേഞ്ച് ചെയ്യാൻ പോവാണ്. നെയിം അസൈൻ എന്ത് ചെയ്യണം, ഏലിയാസ് എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ സേവ് ചെയ്തു. ഓക്കെ, സേവ്. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, 2ലും മാറി. റെഫറൻസ് ഓൾവേസ് കീപ്പ് റെഫറൻസ് കീപ്പ് ചെയ്തു, 2ലും മാറി. ഓക്കെ, പക്ഷേ നമ്മൾ ഫ്യൂച്ചറിൽ ഈ ഇഷ്യൂ നമ്മൾ സോൾവ് ചെയ്യും. എങ്ങനെയാണ്, നമ്മൾ മാപ്പ് പഠിക്കും, അറേ മെത്തേഡ്സ് പഠിക്കും, സ്പ്രെഡ് ഓപ്പറേഷൻസ് പഠിക്കും, കുറേ കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, കണ്ടോ, നമ്മളിവിടെ ഈ ഒബ്ജക്റ്റിനെ എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലെ വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒറിജിനലിന് മോഡിഫിക്കേഷൻ നടത്തി കഴിഞ്ഞു.
ഇതാണ് ഞാൻ പറയണത് ഇതിൻ്റെ കുഴപ്പം എന്താണെന്നുള്ളത്. ഓക്കെ, റെഫറൻസ് ഡാറ്റ ടൈപ്പിൻ്റെ ഇത് ഞാനിപ്പോൾ കമൻറ്റ് ചെയ്തിട്ട് ഞാനിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സെയിം തന്നെയാണ്. ഏലിയാസ് ഏജ് 24 കണ്ടോ, ഇത് തന്നെ. ഞാൻ ഇത് കമൻറ്റ് ചെയ്യുക, നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ട് നമ്മളിപ്പം നമ്മുടെ പഴയ ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തും കണ്ടോ ഏലിയാസ് തന്നെയാണ്. ഇതാണ് ഞാൻ പറയണത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രിമിറ്റീവ് വേഴ്സസ് റെഫറൻസ് ഡാറ്റ ടൈപ്പ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്താണെന്നുള്ളതും റെഫറൻസ് എന്താണെന്നുള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പഴയ ക്ലാസ്സിൽ നമ്മുടെ ബേസിക്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.